വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ മാവ് കലക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്നാക്കാക്കി എടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ അത്രയും നല്ലത്. 4 ടേബിൾ സ്പൂണ് നാളികേരം ചിരകിയത്, 3 ഏലക്കായ, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമായി നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, സാധാ അരിപ്പൊടിയാണ്, അതും കൂടെ ചേർക്കുക. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചിരകിയ നാളികേരം, പിന്നെ നമ്മൾ ഒന്ന് കുത്തിയിട്ട് ഏലക്കായ ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക 3 എണ്ണം, പിന്നെ സോഡാപ്പൊടി, ആ പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിൽ നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് സ്പൂൺ കൊണ്ട് നമ്മുടെ മാവ് കുറച്ച് കുറച്ചായിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഒരു സൈഡാവും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് അതാ നല്ല മൊഞ്ചുള്ള, കാണാൻ നല്ല മൊഞ്ചും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമുള്ള നല്ല അടിപൊളി ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചൂടായ എണ്ണയ്ക്ക് ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് പൊന്തി വന്നിട്ട് നല്ല ക്രിസ്പിയും, പുറത്ത് നല്ല ക്രിസ്പി ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഈ സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ 2 ഏത്തപ്പഴം കൊണ്ട് അത്യാവശ്യം കഴിക്കാനുള്ള സ്നാക്കും റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വിഭവങ്ങളുമായി ഇനിയും കാണാം. ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.